പ്രവാസി നമ്പി രാജേഷിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. നഷ്ടപരിഹാരം നൽകാനാകില്ല എന്നറിയിച്ച നമ്പി രാജേഷിന്റെ കുടുംബത്തിന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇമെയിൽ സന്ദേശം അയച്ചു. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന സംഭവമായിരുന്നു. ഇപ്പോൾ എയർ ഇന്ത്യ എന്താണ് നഷ്ടപരിഹാരം നൽകാതിരിക്കാനായി പറയുന്ന കാരണം? എയർ ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇങ്ങനെ ദുരിതത്തിലായിരുന്നു. അതിനിടയിലാണ് ഈ ഒമാനിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷ് ഹൃദയാഘാതം വന്ന് ചികിത്സയിലാകുന്നത്. ഇദ്ദേഹത്തെ കാണാൻ ഭാര്യയ്ക്ക് പോകാനായി ടിക്കറ്റ് എടുത്തിരുന്നു. ഭാര്യയും മാതാവുമായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ എയർ ഇന്ത്യ സമരത്തെ തുടർന്ന് 2 ദിവസം ടിക്കറ്റ് മാറ്റി നൽകിയിട്ടും അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് ഈ ഒമാനിൽ നമ്പി രാജേഷ് മരണമടയുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഒക്കെ ഉണ്ടാവുകയും നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച സമയത്തും എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിലും ഒക്കെ കുടുംബം സമരം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് കുടുംബത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അച്ഛനും ഭാര്യയും എയർ ഇന്ത്യ അധികൃതർക്ക് പരാതി നൽകിയത്. ഒപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിലും ഇവർ കത്തയച്ചിരുന്നു. ഈ കത്തിനുള്ള മറുപടിയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന മറുപടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.